Wishing everybody a very happy Easter. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഈസ്റ്റർ ആശംസകൾ. അപ്പോൾ എല്ലാവരും ഫീസ്റ്റൊക്കെ ഒരുക്കാൻ റെഡി ആയിട്ടിരിക്കുമായിരിക്കും. എന്ത് കറി ഉണ്ടാക്കണമെന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഐ ഹാവ് യു കവേർഡ്. അതായത് എനിക്ക് ഒരു അടിപൊളി റെസിപ്പി ഉണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ഡ്രൈ റോസ്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഗ്രേവി ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ ഇതാ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ മതി. ഇത് കഴിഞ്ഞ വർഷം ഞാൻ ഈസ്റ്റർ സ്പെഷ്യൽ ആയിട്ട് ഇട്ട കറിയാണ്. അതും അടിപൊളിയാണ്. അപ്പത്തിന്റെ കൂടെ ഒക്കെ ട്രൈ ചെയ്യാം. അപ്പൊ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. പിന്നെ വീഡിയോസ് എല്ലാം ഷെയറും ചെയ്യാൻ മറക്കല്ലേ. നിങ്ങൾ പ്രീവിയസ് വീഡിയോസ് ഒക്കെ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കാണാത്തവര് കാണണം, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഈ ഈസ്റ്റർ സ്പെഷ്യൽ സ്പൈസി ചിക്കൻ ഡ്രൈ റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഈസി സ്പൈസി ചിക്കൻ ഡ്രൈ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് കുറച്ച് സാധനങ്ങൾ അരച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 8-10 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി. ഇതെല്ലാം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് വേണം ഇടാൻ. അത് നന്നായിട്ട് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ കൂടെ തന്നെ 1.5 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സ്. ചില്ലി ഫ്ലേക്സ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു 5-8 വറ്റൽമുളക് എടുത്താലും മതിയാവും. അപ്പോൾ വറ്റൽമുളക് എടുക്കുകയാണെങ്കിൽ ആദ്യം അത് അരച്ചിട്ട് വേണം ഈ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ചേർക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് വേണം എടുക്കാൻ, എന്നാലേ അത് പെട്ടെന്ന് അതേ പിടിക്കത്തുള്ളൂ. അപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി. ഇത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. പിന്നെ 1/4 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത്, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, അന്നേരം തന്നെ എടുക്കാം. ചെറിയ പീസ് ആയതുകൊണ്ട് എല്ലാം പെട്ടെന്ന് പിടിച്ചോളും. അപ്പോൾ എൻ്റെ ശബ്ദത്തിൽ കുറച്ച് മാറ്റമൊക്കെ ഉണ്ടാവും, കാരണം കോൾഡും ചുമയായിട്ടൊക്കെ ഇരിക്കുവാണ്. അപ്പോൾ മൂക്കൊക്കെ അടഞ്ഞിരിക്കുവാണ്, അതിൻ്റെ ഒരു വ്യത്യാസം കാണും ശബ്ദത്തിൽ. പിന്നെ ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് 2 ടേബിൾ സ്പൂൺ കടലമാവാണ്. ഈ കടലമാവ് ചേർക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ ഇത് കുറച്ച് ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതും കൂടെ ഇട്ടിട്ട് നന്നായി ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് മാറ്റി വെക്കുക. ഇനി നമുക്കൊരു നോൺ സ്റ്റിക്ക് പാനോ ഒരു കടായോ എടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ഇത്രയും എണ്ണ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ നമ്മൾ. 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ടിട്ട് പൊട്ടിക്കണം. ഈ കടുക് പൊട്ടാൻ തുടങ്ങുമ്പോൾ ഇതിലേക്ക് കറിവേപ്പില കുറച്ച് കൂടുതൽ ഇട്ടാലും ഒരു കുഴപ്പമില്ല. അപ്പോൾ നന്നായി കറിവേപ്പില ചേർക്കാം. കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് 1 മിനിറ്റ് ഈ എണ്ണയിൽ കിടന്ന് ഒന്ന് മൂക്കട്ടെ. കാരണം ആ കറിവേപ്പിലയിൽ നിന്ന് ഇറങ്ങി വരുന്ന ആ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ ഈ വെളിച്ചെണ്ണയിൽ, അത് നല്ലൊരു ഫ്ലേവർ തരും കറിക്ക്. എന്നിട്ട് നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ചേർക്കാം. അതും കൂടെ ചേർത്തിട്ട് നന്നായി വഴറ്റിയെടുക്കണം. ഇതിലെ വെള്ളമെല്ലാം പറ്റണം, നല്ല ഡ്രൈ ആയിട്ട് വരണം. അതുവരെ ഇത് വഴറ്റിയെടുക്കുക. അപ്പോൾ അതാ നമ്മുടെ അരച്ച പേസ്റ്റ് എല്ലാം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അതിലെ വെള്ളമെല്ലാം ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ചേർക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് വേവിക്കണം. ചിക്കനിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളമല്ലാതെ നമ്മൾ വേറെ സെപ്പറേറ്റ് വെള്ളമൊന്നും ഇതിൽ ചേർക്കുന്നില്ല. ആ വെള്ളം മതിയാവും ഇത് വേവാനായിട്ട്. അപ്പം നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇത് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് അടപ്പ് മാറ്റിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതാ ചിക്കനിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളമുണ്ട്, ഇപ്പോൾ നന്നായിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കുക.
ഇപ്പോൾ ഈ ചിക്കൻ ഓൾമോസ്റ്റ് പകുതി മുക്കാൽ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് വെച്ച് തന്നെ വെള്ളമെല്ലാം പറ്റിച്ച് കുറച്ചൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. നമ്മുടെ കറി ഡ്രൈ റോസ്റ്റ് ആണല്ലോ, അപ്പോൾ നമുക്കിതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. പിന്നെ നിങ്ങൾക്ക് കൂടുതൽ നേരം ഇത് നല്ല കളർ ഇച്ചിരി ബ്രൗൺ കളറൊക്കെ ആക്കണമെങ്കിൽ ആക്കാം. ഞാനിപ്പോൾ അത്രയും ബ്രൗൺ ആക്കുന്നില്ല, പക്ഷെ ഒരു ഡ്രൈ ആയിട്ട് പെരണ്ട് വന്ന രീതിയിൽ ഞാൻ എടുക്കുന്നുണ്ട്. പിന്നെ അവസാനമായിട്ട് നമുക്കൊരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതാ കണ്ടില്ലേ, ഇപ്പം തന്നെ നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനിയും കൂടുതൽ നേരം വെച്ച് ഡ്രൈ ആക്കണമെങ്കിൽ കുറച്ചുകൂടെ നിറം, അതായത് ഒരു ബ്രൗണിഷ് ബ്ലാക്ക് കളറൊക്കെ ആക്കണമെങ്കിൽ ആക്കിയെടുക്കാം. ഞാൻ അത്രയും മൂപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ അത്രയും വറുക്കുന്നില്ല. പിന്നെ നിങ്ങൾക്ക് കൂടുതൽ ടേസ്റ്റൊക്കെ വേണമെങ്കിൽ കൂടുതൽ വെളിച്ചെണ്ണ ചേർക്കാം. ഞാൻ പിന്നെയും ഇവിടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റിൽ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കുറച്ച് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഇതിൻ്റെ പുറത്തോട്ട് ഒന്ന് ഒഴിച്ച് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് അടച്ച് വെക്കാം. എന്നിട്ട് നമ്മുടെ സ്പൈസി ചിക്കൻ ഡ്രൈ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഈസ്റ്ററിന് ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഒരു സൈഡ് ഡിഷായിട്ട് ട്രൈ ചെയ്യാം. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ കമൻസ് ആൻഡ് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ വീണ്ടും വേറൊരു റെസിപ്പിയുമായിട്ട് വരുന്നവരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ലീനൂസ് കിച്ചൺ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലീനൂസ് കിച്ചൺ. അപ്പോൾ ചിക്കൻ കൊണ്ടുപോകുന്നുണ്ട്. ഹാപ്പി ഈസ്റ്റർ പറയാം. ഹാപ്പി ഈസ്റ്റർ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. ഹാപ്പി ഈസ്റ്റർ. ഹാപ്പി ഈസ്റ്റർ. ഹാപ്പി ഈസ്റ്റർ. ഹാപ്പി വിഷു. വിഷു കഴിഞ്ഞ ഈസ്റ്റർ.